ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവിടുന്ന് നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവിടുന്ന് ഒരു നാളും സമ്മതിക്കുകയില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 55-ാം സങ്കീർത്തനം 22-ാം തിരുവചനത്തിൽ ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന വാഗ്ദാനം പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് എല്ലാവരോടുമായി പറയുന്നത് നിങ്ങളുടെ ഭാരങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാനാണ്. എന്തൊക്കെയാണ് മനുഷ്യൻ്റെ ഭാരങ്ങൾ? പാപഭാരം, രോഗഭാരം തുടങ്ങി മർത്യനെ വേദനയിലാഴ്ത്തുന്ന, ദുഃഖത്തിലാഴ്ത്തുന്ന, ബലഹീനത നൽകുന്ന, വേദന നൽകുന്ന പല ബുദ്ധിമുട്ടുകൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, കടഭാരങ്ങൾ, ഇതെല്ലാം ചേർത്ത് നമ്മുടെ ഭാരമെന്ന് പറയാം. ഈ ഭാരങ്ങളെല്ലാം പലപ്പോഴും നാം തന്നെ സ്വയം ചുമക്കുമ്പോൾ നാം തളർന്നു പോകുവാൻ, ക്ഷീണിച്ചു പോകുവാനിടയാകും. ഇങ്ങനെയാണ് അനേകർ ക്ഷീണിച്ചും നശിച്ചു പോയിട്ടുള്ളത്. അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ ഈ ഭാരങ്ങൾ കാരണമായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഭാരങ്ങൾ വർദ്ധിക്കുമ്പോൾ നാം എന്തു ചെയ്യണമെന്ന് ദൈവവചനം ഉത്ബോധിപ്പിക്കുന്നു. ഈ ദൈവവചനം അനുസരിച്ച് നമ്മുടെ മേൽ പല രൂപത്തിൽ വന്നു ഭവിക്കുന്ന ഭാരങ്ങൾ, അത് സാത്താന്യ ശക്തിയുടെ ക്രിയകളാലും ഈ ഭാരം നമുക്കുണ്ടാവും. ഈ ഭാരങ്ങളെല്ലാം നാം സ്വയം ചുമക്കാതെ ഈ ഭാരങ്ങൾ വഹിക്കുവാൻ നമ്മെ സഹായിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നാം അണഞ്ഞു ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മെ സ്വതന്ത്രരാക്കി, നമ്മെ വിടുവിച്ച്, നമ്മെ രക്ഷിക്കുവാനിടയാകും. ഈ സങ്കീർത്തനം എഴുതിയ ദാവീദ് ഒരു ഇടയനായി ഉപജീവനം ആരംഭിച്ചവനാണ്. തൻ്റെ ജീവിതത്തിൽ വളരെയധികം ഭാരങ്ങൾ നേരിടേണ്ടി വന്നു. സ്വന്തം മാതാപിതാക്കളാലും സ്വന്തം സഹോദരങ്ങളാലും അവൻ ത്യജിക്കപ്പെട്ടു. താൻ എഴുതിയ മറ്റൊരു സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുവാനിടയായി: എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്ന്. ദാവീദ് എന്ന ഈ ഇടയ ബാലനെ ഏതോ ചില കാരണങ്ങളാൽ മാതാപിതാക്കൾ പോലും ഉപേക്ഷിച്ചു എന്നാണ് താൻ സാക്ഷ്യം പറയുന്നത്. തൻ്റെ സഹോദരങ്ങളാൽ ത്യജിക്കപ്പെട്ട് എല്ലാവരും തള്ളിക്കളഞ്ഞ ദാവീദ്, എന്നാൽ ദൈവം അവനെ ചേർത്തുകൊണ്ടു, അഥവാ സ്വീകരിച്ചു എന്നാണ് നാം കാണുന്നത്. ദൈവം അവനെ കൈവിട്ടില്ല. കാരണം ദാവീദിൻ്റെ ഉള്ളിൽ ഒരു ദൈവസ്നേഹമുണ്ടായിരുന്നു, ഒരു ദൈവഭയവും ഒരു ദൈവഭക്തിയും ഉണ്ടായിരുന്നു, ഒരു ദൈവവിശ്വാസമുണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ വിവിധങ്ങളായ ഭാരങ്ങളുണ്ടാകുമ്പോഴൊക്കെ ഓടി ദൈവസന്നിധിയിൽ ചെന്ന് ആ ഭാരങ്ങളെ ദൈവമുമ്പിൽ ഇറക്കി വയ്ക്കുമായിരുന്നു.
അതുകൊണ്ടാണ് ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടത്. ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ദാവീദിനെ പോലെ വിവിധ തരത്തിലുള്ള ഭാരങ്ങൾ നാം സ്വയം ചുമക്കാതെ ആ കർത്താവിൻ്റെ പാദപിടുത്തിങ്കൽ കൊണ്ട് ഇറക്കി വയ്ക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യകരമായി തീരും. ഈ തിരുവചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.